ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ഒരു അയിലക്കറി വെക്കാൻ ഞാൻ തീരുമാനിച്ചു കേട്ടോ. സ്റ്റാഫിനാണ്. അതിൻ്റെ ചില ചേരുവകളാണ് നിങ്ങളുടെ മുമ്പിൽ കാണുന്നത് കേട്ടോ. കാരണം ആദ്യകാലങ്ങളിലൊക്കെ എൻ്റെ ട്രെയിനിങ് ടൈമിലൊക്കെ ഞാൻ ഫിഷ് കറി വെക്കുമ്പോൾ കഴിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കിയത് ഷെഫ് റിങ്കുവാണ്. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി കേട്ടോ. അതിനകത്ത് കടുകും ഉലുവയും ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇടാൻ പോകുന്നത് വെച്ചാൽ പച്ചമുളകും ഇഞ്ചിയാണ് കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. കാരണം ഉള്ളി നന്നായിട്ട് വാടണം. വാടിയ ശേഷമാണ് മസാല ഇടുന്നത്. അങ്ങനെ 2 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം വഴറ്റിയ ആ ഉള്ളിയിലേക്ക് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. പിന്നെ സ്വല്പം മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചിലവർ മല്ലിപ്പൊടി ചേർക്കാറുണ്ട്. പക്ഷേ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ചേർത്തത് കേട്ടോ. അങ്ങനെ വാട്ടിയ മസാലയ്ക്ക് പേസ്റ്റ് തക്കാളി ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കുടംപുളി ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തിളച്ച ഗ്രേവിയിലേക്ക് അയല ഓരോന്നായിട്ട് ഇടുക കേട്ടോ. ആ ഗ്രേവി സെറ്റായിട്ടുണ്ട്. കുറച്ച് നേരമായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇഞ്ചിൻ്റെയും കറിവേപ്പിലേൻ്റെയൊക്കെ ഫ്ലേവർ, പച്ചമുളകിൻ്റെ ഫ്ലേവറൊക്കെ ആ ഗ്രേവിക്കകത്തുണ്ട്. അപ്പം അതിലേക്കാണ് നമ്മൾ ഓരോ കഷ്ണം അയലകളും ഇറക്കിയിടുന്നത് കേട്ടോ. അങ്ങനെ അതിലേക്ക് ലൂസു തേങ്ങാപ്പാലാണ് കേട്ടോ. അധികം കട്ടിയൊന്നുമില്ലാത്ത തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിക്കുകയാണ്. അങ്ങനെ അയലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച അയലക്കറി. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.